മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ആദ്യത്തെ ഫേസ് ടു ഫേസ് ലോങ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണെന്ന് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു മെയിൻ കണ്ടന്റ് ആയ സ്ഥിതിക്ക് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ട ആവശ്യ സാധനങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒരു ക്രാഫ്റ്റ് വർക്കിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈവൻ നമ്മുടെ ഈ വേസ്റ്റ് ഐറ്റംസിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാം. അതുതന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകതയും. വേസ്റ്റ് ഐറ്റംസിൽ നിന്ന് ഉപയോഗപ്രദമായ ക്രാഫ്റ്റ് ഐറ്റംസ് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റു വീഡിയോസ് എല്ലാം കണ്ട് തൃപ്തിയായ ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയതാണ് ഈ കാണുന്നത്. കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. എങ്കിൽ പോലും ബിഗിന്നേഴ്സിന് എന്തൊക്കെ ആവശ്യമായിട്ട് വരും എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ തരാൻ പോകുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു ഫോം ഷീറ്റാണ് കേട്ടോ. ഓക്കെ, ഇതൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. യെല്ലോ കളറാണ് കേട്ടോ. ഇതിൻ്റെ പേർപ്പിൾ കളർ എൻ്റെ അടുത്തുണ്ട്, പക്ഷെ അതിൽ ഗ്ലിറ്റർ ഇല്ല. ഇതാണ് പേർപ്പിൾ കളർ വരുന്നത്. ഗ്ലിറ്റർ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ നമുക്ക് ഡെലിവറി വന്ന സമയത്ത് എന്തോ ഒരു ഇത് പറ്റിയതാന്ന് തോന്നുന്നു, അറിയില്ല. വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. ഓക്കെ, നമുക്ക് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മെയിനായിട്ട് ഇതും കൊണ്ട് ഇപ്പോൾ എൻ്റെ തലയിൽ വന്നിട്ടുള്ള ഐഡിയ എന്താ വെച്ചാൽ, പൗച്ച്, ഈ ഹാൻഡ് ബാഗ്, പൗച്ച്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. ഇനി ഇതെന്ന് പറയുന്നത് പോം ബോൾസ് ആണ്. പോം ബോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ബോൾസ് ആണ്. ഇത് പല കളേഴ്സ് ഉണ്ട്, പല കളേഴ്സ് വരുന്നുണ്ട്. ഇത് വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹോട്ട് എയർ ബലൂണിൻ്റെ. അതിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് എന്തെങ്കിലും ഡെക്കോർ ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോം ബോൾസ് ആണ് ഇത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് വന്നിട്ട് ചെറിയ റോസസ് ആണ് കേട്ടോ. യെല്ലോ കളറാണ് വരുന്നത്, ചെറിയ റോസസ് ആണ്. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെയുള്ള ഒരു ത്രെഡ് പോലെ വരുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഇപ്പം ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അതുപോലെയുള്ള ഡെക്കോറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഇത്രയുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. ഇതുകൊണ്ട് ഞാൻ എന്താണ് അടുത്ത ക്രാഫ്റ്റ് എന്നുള്ളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മൾ LKG 1ാം ക്ലാസ് നഴ്സറി തൊട്ട് യൂസ് ചെയ്യുന്ന സ്കെച്ച് പെൻസ് ആണ്. ഇതെല്ലാ കളറും ഉണ്ട്, 12 കളേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ കുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ. അടുത്തതായിട്ട് വരുന്നത് ഒരു അടിപൊളി സാധനമാണ്. അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് വാക്കുകളില്ല ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ. കാരണം ഞാനത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊരു വസ്തു ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ ഇടയ്ക്കാണ് അറിയുന്നത്. ആക്ച്വലി ഇത് പൈപ്പ് ക്ലീനർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് മുമ്പ് എന്താണ് ഇതിന് ആ പേര് വരുന്നതെന്നുള്ള ഒരു കാരണം എനിക്കറിയില്ല കേട്ടോ. എക്സ്പേർട്ട് ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കേഴ്സിനൊക്കെ അറിയാൻ പറ്റും. ഇതുകൊണ്ട് ഫ്ലവേഴ്സാണ് കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇതുകൊണ്ട് ഞാനൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയിരുന്നു, ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരുന്നു. ഭയങ്കര ഫ്ലെക്സിബിളാണ് ഇത്. നമ്മൾ ഇങ്ങനെ തിരിച്ചാൽ ഇങ്ങനെയാകും. എങ്ങനെ നമ്മൾ ഇത് രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ നോക്കിയാലും അത് നമുക്ക് പറ്റും. അപ്പോൾ ബിഗിന്നേഴ്സിന് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് ഈ ഒരു പൈപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. എനിക്ക് ചെറിയൊരു കിറ്റ് ഞാൻ വാങ്ങിയതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് കളേഴ്സ് ഞാൻ യൂസ് ചെയ്തു. റെഡ്, ഓറഞ്ച്, ബ്ലാക്ക്, എല്ലാ കളറും ഉണ്ട്. അടിപൊളിയാണ് ഇത്. നോ വേർഡ്സ് അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് കളർ പേപ്പേഴ്സാണ്. ഇതാകെ 2 ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ പേപ്പേഴ്സ് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല.
ഇത് അടിപൊളിയാണ് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി. പേപ്പർ ക്രാഫ്റ്റ് ഒരുപാടുണ്ടല്ലോ, അൺലിമിറ്റഡ് ആണ് പേപ്പർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ A4 ഷീറ്റ് കൊണ്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കളർ പേപ്പേഴ്സ് നോ വേർഡ്സ്, അടിപൊളി സാധനമാണ്. ഇനി അടുത്തതെന്ന് പറയുമ്പം ഇത് വന്നിട്ട് നമ്മുടെ തെർമോക്കോൾ ബോൾസ് ആണിത്, ബബിൾസ് എന്നൊക്കെ പറയും. ഇത് നമുക്ക് അതുപോലെ ക്രാഫ്റ്റ് വർക്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. ഇത് കമ്പൽസറി ഒന്നുമില്ല, അത് എന്തിനെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെന്ന് പറയുന്നത് ത്രെഡാണ്. ഇത് ഞാൻ അഴിച്ച് അലങ്കോലാക്കിയതുകൊണ്ട് നല്ല സെറ്റായിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് റെഡ് കളറ് ത്രെഡും ഉണ്ട്, അതുപോലെ വൈറ്റ് കളറും ഉണ്ട്. നല്ല വാൾ ഹാങ്ങിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അതിനുവേണ്ടി ഞാനിങ്ങനെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഐറ്റം. ഇനി പറയുന്നത് ഇതെല്ലാവർക്കും അറിയാലോ, സിസേഴ്സ്. ഇനി ഇത് വാട്ടർ കളറാണ്. വാട്ടർ കളർ ഇതല്ലാതെ ആക്രിലിക് പെയിന്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ വാങ്ങിയത് കൊണ്ട് ജസ്റ്റ് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. പിന്നെ 1 2 3 4 5 6 കളേഴ്സ് ഇതിലാകെയുള്ളൂ. നമ്മൾ ആക്രിലിക് പെയിന്റ് കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്ലാസ് പെയിന്റ് നടക്കും, ഫാബ്രിക് പെയിന്റ് എല്ലാം നമുക്ക് ഒരേ ഒരു സാധനത്തിലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു പേപ്പറിൽ മാത്രം നമുക്ക് ഈ വാട്ടർ കളർ പോലെ ഒന്ന് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ തോന്നുന്നു. പക്ഷെ നല്ലതാണ് കേട്ടോ. ഇനി കുറച്ച് ബീഡ്സ് ആണ്. ഇത് ജ്വല്ലറീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. ഇയറിങ്സ്, അതുപോലെ മാല, നെക്ലേസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സാധനമാണ് തോന്നുന്നു ഇത്. അതുപോലെ ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു പേൾസ്. ഹെയർ ആക്സസറീസ്, അതുപോലെ ബ്രേസ്ലെറ്റ്സ്, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊരു അടിപൊളി സംഭവമാണ്. പിന്നെന്ന് പറയുന്നത് ഡബിൾ സൈഡ് ടാപ്പാണ്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. ഡബിൾ സൈഡ് ടേപ്പ് ഒരുപാട് ക്രാഫ്റ്റിന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ചെയ്യുന്നവർക്ക് അറിയില്ലാവും അല്ലേ. ഇനി നമ്മുടെ ഫെവിക്കോൾ. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫെവിക്കോൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെവിക്കോൾ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ കുറച്ച് കടുകട്ടിയായിട്ടുള്ള ക്രാഫ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ ഈ ഒരു ഐറ്റം അടിപൊളിയാണ്. ഇത് ആരും സ്കിപ്പ് ചെയ്യരുത്, അടിപൊളി ഒരു ഗമ്മാണിത്. ഇത് വന്നിട്ട് B7000 എന്നാണ് ഇതിൻ്റെ പേര്. മൾട്ടിപർപ്പസ് സീഡ്സ് എന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. മാജിക് റബ്ബർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 110 ml ആണ് ഒരെണ്ണത്തിൽ വരുന്നത്. ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സംഭവമാണിത്. അതുപോലെ ഗൺ ഗ്ലൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഗണ്ണിൽ നമ്മൾ കണ്ടിലെല്ലാം കുത്തിയിട്ട് ചെയ്യുന്ന ഒരു ഗൺ ഗ്ലൂ ഉണ്ട്. അതെനിക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുകൊണ്ട് ആക്സസറീസ് ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. വളരെ ഭയങ്കര എന്താ പറയുക, ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഗമ്മാണ് അത്. ഇത് രണ്ടുമാണ് ഇപ്പം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗം. ഓക്കെ, നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ. ഇനി ഇതെന്ന് പറയുന്നത് ഈ വിളയി അല്ല, നമ്മൾ ഈ ഡോൾസിനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഐ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ചെറിയ ഐസ്. ഇത് നമ്മൾ ഡോള്, അതുപോലെയുള്ള എന്തെങ്കിലും കാർട്ടൂൺ ഐറ്റംസിനൊക്കെ നമ്മൾ കണ്ണായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഇനി എന്ന് പറയുന്നത് ഗ്ലിറ്റർ പോലെ തന്നെ, ഗ്ലിറ്റർ അല്ല, സ്റ്റാർസ് ആയിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി സ്റ്റാർസ് ആണിത്. ഇത് നമുക്ക് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പൗച്ചോ പേഴ്സോ ആക്സസറീസോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ കയ്യിലിട്ട് കാണിച്ചാൽ കേട്ടോ, ഇതാ ഈ ഒരു സംഭവം അടിപൊളിയായിരിക്കും. ഇത് പല കളർ വരുന്നുണ്ട്. ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇത് ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഫുള്ളുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിയപ്പോൾ തന്നെ ഇതൊരു ബാഗിലൊക്കെ ഫുള്ളായി. എല്ലായിടത്തും ഗ്ലിറ്റർ മഴയായിരുന്നു, അങ്ങനെ പോയതാണിത്. ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. ഗ്ലിറ്റർ ഇതൊക്കെ അറിയുന്നതാണല്ലോ. ഇനി മിറർ സംഭവമാണേ. ഇത് 2 ഉണ്ട്. ഒന്നിങ്ങനെ റൗണ്ട് ആയിട്ടുള്ളത്,
ഇതൊക്കെ നമുക്ക് ഫാബ്രിക് ഡിസൈൻ ചെയ്യുമ്പോൾ, അതുപോലെ ഇയറിങ്സ്, ജ്വല്ലറീസ് ചെയ്യില്ലേ, ജ്വല്ലറീസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഐറ്റം അടിപൊളിയായിരിക്കും തോന്നുന്നു. നമുക്ക് ഭാവിയിൽ ചെയ്ത് നോക്കാം. അടുത്ത ജൂട്ടിൻ്റെ ത്രെഡാണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ, ജൂട്ടിൻ്റെ ത്രെഡ്. ഇത് നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത് വരുന്നത് ഒരു ഫാൻസി ഐറ്റമാണ് കേട്ടോ. ഇത് വന്നിട്ട് ഡിസൈനർ ടേപ്പ് എന്നാണ് പറയുക. ഇതിന് പല ഡിസൈൻ ഉണ്ടാകും. നമുക്ക് ഈ കുട്ടി കുട്ടി ഡയറീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അത് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കുറേ ഞാൻ യൂസ് ചെയ്ത് കഴിയാനായി. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് ക്ലേ, വൈറ്റ് ക്ലേ ആണ്. വൈറ്റ് ക്ലേ ആണ് ഇത്. ആക്ച്വലി ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് അത് ആ ഒരു സൈറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇത് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട്, മീഷോ, ആമസോൺ അതിലൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ്. ഇത് വന്നിട്ട് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് എങ്ങനെയാണ് ഇത് അവരുണ്ടാക്കുന്നത്, ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ക്ലേ ആണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് വാങ്ങിക്കഴിഞ്ഞിട്ട് സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലോറും ഫെവിക്കോളും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആർട്ടിഫിഷ്യലാണ്, ഒറിജിനൽ അല്ല. ഒറിജിനൽ ക്ലേ നമുക്കറിയാമല്ലോ, അത് ചളിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇപ്പം യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് ചളിയിൽ നിന്ന് ഒറിജിനൽ ക്ലേ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അത് നമ്മൾ ഭാവിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നതാണ്. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ക്ലേ ആണ്, പക്ഷെ നല്ല സംഭവമാണ് കേട്ടോ. ഒരു 24 to 48 hours ഇത് നല്ല ടെമ്പർ ആവുന്നതാണ്. എങ്കിൽ പോലും കുറച്ച് ഇതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും, ആർട്ടിഫിഷ്യൽ അല്ലേ, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെങ്കിലും സംഭവം അടിപൊളിയാണ്. നമുക്ക് കുട്ടി കുട്ടി ക്രാഫ്റ്റ് വർക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഹോം മെയ്ഡായിട്ട് ചെയ്ത് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ. അപ്പോൾ അതുപോലെ ഇത് ആരെങ്കിലും യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കും, അടിപൊളിയാണ്. നമ്മൾ ഇതുകൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എല്ലാം, ഷോർട്സ് എല്ലാം കണ്ടു നോക്കണം, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ക്ലേ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാൻ വൈറ്റ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് മാർക്കറ്റിൽ പല കളേഴ്സിൽ വരുന്ന ക്ലേ എല്ലാം അവൈലബിൾ ആണ്. ഞാനിത് കളേഴ്സ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ നമ്മുടെ ആപ്പിൾ പെയിൻറ്റ് ഇതിൽ ജസ്റ്റ് ഒന്നാക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് വേണ്ട കളർ ഇങ്ങനെ വരും. അതുപോലെ കളറാക്കിയിട്ടുള്ള ഒരു ക്ലേ ഞാൻ ഈ സൈഡിൽ ജസ്റ്റ് ഒന്നാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ ഇത്. ഈ കളറാക്കിയതാണ്. അടിപൊളിയാണ് സംഭവം. ഇങ്ങനെയുള്ള മിനി കിറ്റുകൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ചില ഐറ്റംസിന് ക്വാളിറ്റി കുറവുണ്ടാവും, അതിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചില ഐറ്റംസ് ക്വാളിറ്റി വളരെ കൊള്ളില്ലായിരിക്കും, ചിലതെല്ലാം അടിപൊളിയായിരിക്കും. അതാണ് ഒരു പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഐറ്റം ആയിട്ട് വാങ്ങേണ്ടി വരും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് അത് വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങാവുന്ന ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് അത്യാവശ്യം സമയമെടുത്ത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എടുക്കാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് കൂടാൻ മറക്കരുത്. അതുപോലെ ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ടെന്ന് ഞാൻ അറിയണ്ടേ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും പറയണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.